ഒരു യുവാവ് ഒരു അപ്പൂപ്പനോട് ചോദിച്ചു, നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മോർ ദാൻ 60 ഇയേഴ്സ് ആയില്ലേ, പക്ഷെ നിങ്ങൾ ഇപ്പോഴും എങ്ങനെയാണ് ഇത്രയും ഹാപ്പി ആയിട്ട് ജീവിക്കുന്നത്? നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ വഴക്കൊന്നും ഉണ്ടാകാറില്ലേന്ന്. അപ്പോൾ അപ്പൂപ്പൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വഴക്കുണ്ടായിട്ടില്ല എന്നല്ല മോനെ, ഒരുപാട് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ യുവാവ് ചോദിച്ചു, പിന്നെ എങ്ങനെ നിങ്ങൾ ഇത്രയും ഹാപ്പി ആയിട്ട് ഒരുമിച്ച് ഇങ്ങനെ ജീവിക്കുന്നത്? അപ്പോൾ അപ്പൂപ്പൻ ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾ ജീവിച്ച കാലത്ത് തകർന്നത് നന്നാക്കാൻ പഠിപ്പിച്ചിരുന്നു, പക്ഷെ ഇന്നത്തെ കാലത്ത് തകർന്നത് മാറ്റാനാണ് പഠിപ്പിക്കുന്നത്. ആ വാക്കുകൾ കേട്ടപ്പോൾ യുവാവ് നിശബ്ദനായി. ഞാൻ അംബിക അജേഷ്, സർട്ടിഫൈഡ് ഹാപ്പിനെസ് കോച്ച് ആൻഡ് മൈൻഡ് പവർ ട്രെയിനർ. എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. ഇന്ന് ബന്ധങ്ങൾ തകരുന്നത് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല, അഹങ്കാരം കൂടുതലായതുകൊണ്ടും കേൾക്കാൻ മനസ്സ് ഇല്ലാത്തത് കൊണ്ടും ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാനാണ് ശരി എന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടുമാണ്. ഇത് നമുക്ക് പഠിക്കാം എങ്ങനെ നല്ലൊരു ഭർത്താവാകാം, അല്ലെങ്കിൽ എങ്ങനെ ഒരു നല്ലൊരു ഭാര്യയാകാം. പോയിന്റ് നമ്പർ 1, ആദ്യം മാറ്റേണ്ടത് പങ്കാളിയെയല്ല, സ്വയം. പലരും വിവാഹ ജീവിതത്തിൽ ഇങ്ങനെ പറയും, അവൻ മാറിയാൽ എല്ലാം ശരിയാകും, അവൾ മാറിയാൽ നമ്മുടെ ജീവിതം സൂപ്പറാകും. പക്ഷേ സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാറുമ്പോഴാണ് നമ്മളുടെ ബന്ധവും മാറുന്നത്. കണ്ണാടി ഒരിക്കലും ആദ്യം ചിരിക്കില്ല, നിങ്ങൾ ചിരിക്കുമ്പോഴാണ് അതും ചിരിക്കുന്നത്. വിവാഹവും അതുപോലെ തന്നെയാണ്. പോയിന്റ് നമ്പർ 2, വിവാഹം ഒരു മത്സരമല്ല, ഒരു യാത്രയാണ്. വിവാഹം ജയിക്കേണ്ട ഒരു യുദ്ധമല്ല, കൈകോർത്ത് നടക്കേണ്ട ഒരു യാത്രയാണ്. പല വീടുകളിലും ഇങ്ങനത്തെ ഒരു ഡയലോഗ്സ് കേൾക്കാം, ഞാനാണ് ഇത്രയും ചെയ്യുന്നത്, അവൾ എന്താണ് ചെയ്യുന്നത്, അവൻ എന്നെ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഒറ്റ ചോദ്യം മാത്രം, നിങ്ങൾ അവസാനം എപ്പോഴാണ് നിങ്ങളുടെ പാർട്ട്ണറുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചത്? ഒരു ദിവസം മാത്രം അവരുടെ ചെരുപ്പ് ജസ്റ്റ് ഒന്ന് ധരിച്ച് നടക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് അവരുടെ വേദന മനസ്സിലാകും. പോയിന്റ് നമ്പർ 3, കേൾക്കുന്നത് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഭാഷയാണ്. ഒരു ഭാര്യ എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? എന്നെ ഒന്ന് കേട്ടാൽ മതി. ഒരു ഭർത്താവിൻ്റെ നിശബ്ദതയും ഒരു ഭാഷയാണ്. അവർ പറയുന്നില്ല എന്നതുകൊണ്ട് അവർക്ക് വേദന ഇല്ല എന്നല്ല. ഇന്ന് ജസ്റ്റ് നിങ്ങൾ ഈവനിങ് നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് ഈ ഒരു പരീക്ഷണം ചെയ്ത് നോക്കൂ. ഫോണൊന്ന് മാറ്റി വെക്കൂ, TV ഒന്ന് ഓഫ് ചെയ്യൂ, എന്നിട്ട് നിങ്ങളുടെ പാർട്ട്ണറുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചോദിക്കൂ, ഇന്നത്തെ നിൻ്റെ ദിവസം എങ്ങനെയായിരുന്നു? ആ ഒരു ചോദ്യം ഒരു ബന്ധം തന്നെ മാറ്റിമറിച്ചേക്കാം. നെക്സ്റ്റ് പോയിന്റ്, സ്നേഹം പ്രകടിപ്പിക്കാതിരുന്നാൽ അത് അറിയപ്പെടില്ല. നമ്മൾ പലരും കരുതുന്നത് അവൾക്കറിയാം ഞാൻ സ്നേഹിക്കുന്നെന്ന്, അവനറിയാം. പക്ഷേ പൂവിന് വെള്ളം കൊടുക്കാതിരുന്നാൽ അത് വാടിപ്പോകുന്നത് പോലെ പ്രകടിപ്പിക്കാത്ത സ്നേഹവും പതിയെ മങ്ങും. അതിനാൽ ജസ്റ്റ് ഒരു മെസ്സേജ്, ഒരു പുഞ്ചിരി, നിനക്ക് സുഖമാണോ, ഒരു ചേർത്ത് പിടിക്കൽ, അതൊക്കെ മതി നമ്മുടെ ലൈഫ് സൂപ്പറായിട്ട് മുന്നോട്ട് പോകാൻ. നെക്സ്റ്റ് പോയി, ബഹുമാനമില്ലാത്ത സ്നേഹം ഒരിക്കലും നിലനിൽക്കില്ല. ബഹുമാനം ഒരു തീരുമാനമാണ്. ദേഷ്യം വന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് നമ്മുടെ പാർട്ട്ണറെ ഒരിക്കലും അപമാനിക്കരുത്. നിങ്ങൾ ഓർക്കുക, നിങ്ങൾ പറയുന്ന ഓരോ വാക്കും അവരുടെ ഹൃദയത്തിൽ പതിയും. വാക്കുകൾക്ക് മുറിവേൽപ്പിക്കാനും സൗഖ്യമാക്കാനും കഴിയും. നെക്സ്റ്റ് പോയിന്റ്, ക്ഷമിക്കണം എന്ന് പറയാൻ പഠിക്കണം. പലർക്കും ക്ഷമിക്കണം എന്ന് പറയാൻ ഭയങ്കര മടിയാണ്, കാരണം അഹങ്കാരം. പക്ഷേ ഏറ്റവും ശക്തനായ മനുഷ്യൻ തെറ്റ് സമ്മതിക്കുന്നവരാണ്. ഞാൻ തെറ്റ് ചെയ്തു, എന്നോട് ക്ഷമിക്കൂ. ഈ 2 വാക്കുകൾ ഒരു കുടുംബത്തെ തന്നെ രക്ഷിച്ചേക്കാം. നെക്സ്റ്റ് പോയിന്റ്, നന്ദി പറയുന്ന വീടുകളിൽ സന്തോഷം താനെ താമസിക്കും. ഭക്ഷണം ഉണ്ടാക്കിയതിന്, ജോലി ചെയ്തതിന്, എല്ലാത്തിനും നമ്മൾ പരസ്പരം നന്ദി പറയാൻ ശീലിക്കണം. അടുത്ത പോയിന്റ്, കമ്പാരിസൺ. അവളുടെ ഭർത്താവ് ഇങ്ങനെയാണ്, അവൻ്റെ ഭാര്യ ഇങ്ങനെയാണ്. ഈ ഒരു താരതമ്യം കേൾക്കുമ്പോൾ സ്നേഹം കുറയുകയും അകലം കൂടുകയും ചെയ്യും. ഓരോ വീടിനും സ്വന്തം കഥയുണ്ട്. നിങ്ങളുടെ ജീവിതത്തെ മറ്റൊരാളുടെ സോഷ്യൽ മീഡിയയുമായി ഒരിക്കലും താരതമ്യം ചെയ്യരുത്. അവൻ പോസ്റ്റ് ചെയ്യുന്നത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ്, ജീവിതം മുഴുവനല്ല. ഒരുമിച്ച് വളരുന്ന ദമ്പതികൾ ഒരുമിച്ച് നിലനിൽക്കും. ഒരുമിച്ച് നടക്കൂ, ഒരുമിച്ച് പ്രാർത്ഥിക്കൂ, ഒരുമിച്ച് ചിരിക്കൂ, ഒരുമിച്ച് പുസ്തകം വായിക്കൂ, ഒരേ ലക്ഷ്യങ്ങൾ ഒരുമിച്ച് എഴുതൂ. ലോകത്തുള്ള എല്ലാ മതഗ്രന്ഥങ്ങളും പറയുന്ന സന്ദേശം ഒന്നാണ്, സ്നേഹിക്കൂ, ബഹുമാനിക്കൂ, ക്ഷമിക്കൂ. അടുത്തത്, ഓരോ ദിവസവും അവസാനത്തെ ദിനം പോലെ ജീവിക്കും. നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ആർക്കും അറിയില്ല. സോ
നിങ്ങൾ പിണങ്ങിയിട്ട് ഒരിക്കലും ഉറങ്ങരുത്. സ്നേഹം മാറ്റിവെക്കരുത്. ഇന്ന് തന്നെ പറയൂ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഇവ പറയാൻ വേണ്ടി നാളത്തേക്ക് മാറ്റിവെക്കരുത്. നല്ല ഭർത്താവുക എന്നത് വലിയ സമ്മാനങ്ങൾ വാങ്ങുക എന്നല്ല. ഭാര്യ കരയുമ്പോൾ അവരുടെ കണ്ണുനീർ കാണാൻ കഴിയുന്ന ഒരു ഹൃദയമാണ് വേണ്ടത്. ഒരു നല്ല ഭാര്യ ആകുക എന്നത് എല്ലാം സഹിച്ചു കൊണ്ടിരിക്കുക എന്നതല്ല. ഭർത്താവിൻ്റെ മനസ്സിലെ പറയാത്ത വേദനകൾ കേൾക്കാൻ കഴിയുന്ന കരുണയാണ്. ഓർക്കുക, വിവാഹം എന്നത് രണ്ട് പൂർണ്ണ മനുഷ്യരുടെ കൂടിച്ചേരലല്ല, രണ്ട് അപൂർണ മനുഷ്യർ പരസ്പരം സ്വീകരിച്ച്, പരസ്പരം തിരുത്തി, പരസ്പരം വളർത്തി, പരസ്പരം സ്നേഹിച്ച് ദൈവം നൽകിയ ഈ മനോഹര ബന്ധത്തെ സംരക്ഷിക്കുന്ന ജീവിതയാത്രയാണ്. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർക്ക് ഒരു മെസ്സേജ് അയക്കും. നീ എൻ്റെ ജീവിതത്തിൽ വന്നത് എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഒരു പക്ഷേ ആ ഒരു വാചകം ഈ ഒരു ബന്ധത്തെ വീണ്ടും ജീവനോടെ കൊണ്ടുവരും. കാരണം സ്നേഹം വലിയ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്നതിലാണ്. നിങ്ങളുടെ കുടുംബം സന്തോഷത്താൽ നിറയട്ടെ. നിങ്ങളുടെ വീട് സ്നേഹത്തിൻ്റെ സ്വർഗമാകട്ടെ. താങ്ക്